ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അരവിന്ദ് കൃഷ്ണ മെഹോത്രയുടെ ഭാരതമാത എ പ്രയർ എന്ന കവിതയാണ്. ആദ്യം നമുക്ക് പോയറ്റിനെ പറ്റി നോക്കാം. അരവിന്ദ് കൃഷ്ണ മെഹോത്ര, ബോൺ 1947, ഈസ് എ സെലിബ്രേറ്റഡ് ഇന്ത്യൻ പോയറ്റ്, ട്രാൻസ്ലേറ്റർ, ലിറ്റററി ക്രിട്ടിക് ആൻഡ് എസ്സേയിസ്റ്റ്. അരവിന്ദ് കൃഷ്ണ മെഹോത്ര ഒരു പ്രശസ്ത ഇന്ത്യൻ കവിയും വിവർത്തകനും സാഹിത്യ നിരൂപകനും ഉപന്യാസകാരനും ആണ്. എ പയനറിംഗ് ഫിഗർ ഇൻ മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി, ഹിസ് നോട്ടബിൾ കളക്ഷൻസ് ഇൻക്ലൂഡ് നയൻ എൻക്ലോസേഴ്സ് ആൻഡ് മിഡിൽ എർത്ത്. ആധുനിക ഇന്ത്യൻ ഇംഗ്ലീഷ് കവിതയിലെ ഒരു വഴികാട്ടിയായ വ്യക്തിയായ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ സമാഹാരങ്ങളിൽ 9 എൻക്ലോഷറുകൾ, മിഡിൽ എർത്ത് എന്നിവ ഉൾപ്പെടുന്നു. He is widely respected for his lyrical yet precise verses, his translation of Prakrit poetry and Kabir, and his influential anthologies. അദ്ദേഹത്തിൻ്റെ ഗാനരചയിതാവ് എന്നാൽ കൃത്യവുമായ വാക്യങ്ങൾ, പ്രാകൃത കവിതയുടെയും കബീറിൻ്റെയും വിവർത്തനങ്ങൾ, സ്വാധീനമുള്ള സമാഹാരങ്ങൾ എന്നിവയാൽ അദ്ദേഹം പരക്കെ ബഹുമാനിക്കപ്പെടുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫ് ആൻഡ് കരിയർ നോക്കാം. ബർത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. ബോൺ ഇൻ ലാഹോർ ഇൻ 1947. He studied English literature and ancient history at the University of Allahabad and completed his master's degree at the University of Bombay. 1947 ലാഹോറിൽ ജനിച്ചു. അലഹബാദ് സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യവും പുരാതന ചരിത്രവും പഠിച്ച അദ്ദേഹം ബോംബെ സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി. ഇൻ ദി 1960s and 70s, he associated closely with Arun Kolatkar and Adil Juswala. Together, they formed the influential publishing collective Clearing House to revitalize Indian poetry in English. 1960കളിലും 70കളിലും അദ്ദേഹം അരുൺ കൊളാത്കറുമായും ആദിൽ ജുസ്വാലയുമായും അടുത്ത ബന്ധം പുലർത്തി. ഇംഗ്ലീഷിലെ ഇന്ത്യൻ കവിതയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി അവർ ഒരുമിച്ച് സ്വാധീനമുള്ള പ്രസിദ്ധീകരണ കൂട്ടായ്മയായ ക്ലിയറിംഗ് ഹൗസ് രൂപീകരിച്ചു. He taught English literature at the University of Allahabad from 1968 until his retirement in 2012 and currently lives in Dehradun. 1968 മുതൽ 2012 വിരമിക്കുന്നതുവരെ അലഹബാദ് സർവകലാശാലയിൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ ഡെറാഡൂണിലാണ് താമസിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് നോക്കാം. പോയട്രി. He has published several critically acclaimed volumes including Middle Earth and The Transfiguring Places. Middle Earth, Transferring Places എന്നിവയുൾപ്പെടെ നിരവധി നിരൂപക പ്രശംസ നേടിയ വാല്യങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. He translated over 200 works from ancient Prakrit and authored books like Songs of Kabir. പുരാതന പ്രാകൃതത്തിൽ നിന്നുള്ള 200-ലധികം കൃതികൾ അദ്ദേഹം വിവർത്തനം ചെയ്യുകയും കബീറിൻ്റെ ഗാനങ്ങൾ പോലുള്ള പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തു. He edited the highly influential Oxford India Anthology of 12 Modern Indian Poets and History of Indian Literature in English. അദ്ദേഹം വളരെ സ്വാധീനമുള്ള ഓക്സ്ഫോർഡ് ഇന്ത്യ ആന്തോളജി ഓഫ് 12 മോഡേൺ ഇന്ത്യൻ പോയറ്റ്സ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നിവ ഇംഗ്ലീഷിൽ എഡിറ്റ് ചെയ്തു. ഇനി നമുക്ക് സമ്മറി. അരവിന്ദ് കൃഷ്ണ മെഹോത്രയുടെ ഭാരതമാത എന്ന കവിത സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു രൂക്ഷവും ആക്ഷേപഹാസ്യപരവുമായ വിമർശനമാണ്. രാഷ്ട്രത്തെ പ്രണയഭക്തിയോടെ ചിത്രീകരിക്കുന്നതിനു പകരം നഗരദാരിദ്ര്യം, രാഷ്ട്രീയ അഴിമതി, സാമൂഹിക തകർച്ച എന്നിവയുടെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെ തുറന്നുകാട്ടാൻ മെഹോത്ര വൃത്തികെട്ടതും ദൃശ്യപരവുമായ ഇമേജറി ഉപയോഗിക്കുന്നു. ഇതിലെ പ്രധാന തീമുകളും ഇമേജറിയും നോക്കാം. നഗരക്ഷയം. ഇന്ത്യൻ നഗരങ്ങളെ മാലിന്യം നിറഞ്ഞ ചേരികളായി ചിത്രീകരിക്കുന്നു. അവിടെ കുടുംബങ്ങൾ ഇടുങ്ങിയ കുളിമുറികളിൽ താമസിക്കാൻ നിർബന്ധിതരാകുന്നു. തലമുറകളെ ആകാശ വെളിച്ചത്തിൽ നിന്ന് പുറത്താക്കുന്നു.
പ്രണയഭംഗിയില്ലാതെ നഗരഭൂപ്രകൃതിയെ പ്രാന്തപ്രദേശങ്ങളുടെ ഒരു ചെയിൻ റിയാക്ഷനായി ഇത് വിവരിക്കുന്നു. അടുത്തത് കടുത്ത ദാരിദ്ര്യം. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും അസ്വസ്ഥതയുളവാക്കുന്ന ചിത്രങ്ങൾ മൽഹോത്ര വരയ്ക്കുന്നു. എല്ലായി മാറിയ ഒരു ഗ്രാമത്തിൻ്റെയും തെരുവുനായ്ക്കളെ ഓടിക്കുന്ന വീർത്ത വയറുമായി കുട്ടികളുടെയും ഇരുണ്ട ചിത്രങ്ങൾ അദ്ദേഹം വരയ്ക്കുന്നു. ഇതിലെ തകർന്ന മിത്തുകൾ. ഇന്ത്യയുടെ മഹത്തായ ഭൂതകാലത്തെക്കുറിച്ചുള്ള യൂട്ടോപ്യൻ മിത്തിനെ ഈ കവിത ആക്രമണാത്മകമായി പൊളിച്ചെഴുതുന്നു. ഈ പ്രണയസ്വപ്നങ്ങൾ കഠിനവും ആധുനികവുമായ യാഥാർത്ഥ്യങ്ങളാൽ തുടർച്ചയായി കഴുകിക്കളയപ്പെടുന്നുവെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഗംഗ പോലുള്ള പുണ്യസ്ഥലങ്ങളെയും പുണ്യനദികളെയും അനിയന്ത്രിതമായ വാണിജ്യവൽക്കരണം, വേശ്യാവൃത്തി, വ്യാവസായിക പദ്ധതികൾ എന്നിവ വിഴുങ്ങുന്ന ആധുനിക ജീവിതത്തിൻ്റെ കാപട്യത്തെ ഈ ആഖ്യാനം എടുത്തുകാണിക്കുന്നു. പരമ്പരാഗതവും ഉന്നതവുമായ ദേശസ്നേഹ കവിതകൾ മൽഹോത്ര ഒഴിവാക്കുന്നു. പകരം സർറിയൽ ഫാന്റസിയും വൃത്തികെട്ട യാഥാർത്ഥ്യവും സംയോജിപ്പിക്കുന്ന ഒരു വിരോധാഭാസവും മാരകവുമായ വാക്യഘടനയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഭാരത് മാതാ ഒരു പ്രാർത്ഥന എന്ന കവിതയെ പരിഹാസപൂർവം നാമകരണം ചെയ്തുകൊണ്ട് കവി പരമ്പരാഗത സ്തുതിയെ അട്ടിമറിക്കുകയും സ്വന്തം മക്കളെ അലങ്കാരമായി വിഴുങ്ങുന്ന ഒരു മാതൃരാജ്യത്തെ തുറന്നുകാട്ടുന്ന ഒരു വിലാപമായി പ്രാർത്ഥനയെ മാറ്റുകയും ചെയ്യുന്നു. ദേശീയവാദ വാചാടോപത്തെ അതിൻ്റെ കാലഘട്ടത്തിൽ വെല്ലുവിളിക്കുന്ന ഒരു സ്ഥാപനവിരുദ്ധ കൃതിയായി ഈ കവിത നിലകൊള്ളുന്നു. അരവിന്ദ് കൃഷ്ണ മൽഹോത്രാസ് ഭാരത് മാതാ എ പ്രയർ ഈസ് എ സ്കേത്തിങ് സറ്റാറിക്കൽ ആൻറ്റി-പാട്രിയോട്ടിക് പോയം. അരവിന്ദ് കൃഷ്ണ മൽഹോത്രയുടെ ഭാരത് മാതാ ഒരു പ്രാർത്ഥന എന്ന കൃതി ആക്ഷേപഹാസ്യപരമായ ദേശസ്നേഹ വിരുദ്ധ കവിതയാണ്. Published in the 1960s, it aggressively subverts the romanticized, deified concept of Mother India, portraying her instead as a dystopian nightmare that devours her impoverished citizens. 1960കളിൽ പ്രസിദ്ധീകരിച്ച ഇത് ഇന്ത്യാ മാതാവ് എന്ന കാൽപ്പനികവും ദൈവികവുമായ ആശയത്തെ ആക്രമണാത്മകമായി തട്ടിമറിക്കുകയും ദരിദ്രരായ പൗരന്മാരെ വിഴുങ്ങുന്ന ഒരു ഡിസ്റ്റോപ്പിയൻ പേടിസ്വപ്നമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. The poem dismantles the idealized image of the nation through several stark themes and images. ഈ കവിത നിരവധി വ്യക്തമായ പ്രമേയങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും രാഷ്ട്രത്തിൻ്റെ ആദർശവൽക്കരിക്കപ്പെട്ട പ്രതിച്ഛായയെ പൊളിച്ചെഴുതുന്നു. ഒന്നാമത് സബ്വേർഷൻ ഓഫ് മദർ ഇന്ത്യ. Unlike traditional or nationalist portrayals that depict the country as a nurturing maternal figure, Malhotra's Bharat Mata is decaying, hellish landscape. He reimagines her living amidst global poverty, where citizens are starving and the cities function as a global slum or a septic tank. മദർ ഇന്ത്യയുടെ അട്ടിമറി. രാജ്യത്തെ പരിശോഭിപ്പിക്കുന്ന ഒരു മാതൃ വ്യക്തിത്വമായി ചിത്രീകരിക്കുന്ന പരമ്പരാഗതമോ ദേശീയവാദപരമോ ആയ ചിത്രീകരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൽഹോത്രയുടെ ഭാരത് മാതാ ഒരു ജീർണിച്ചതും നരകതുല്യവുമായ ഭൂപ്രകൃതിയാണ്. പൗരന്മാർ പട്ടിണി കിടക്കുകയും നഗരങ്ങൾ ആഗോള ചേരി അല്ലെങ്കിൽ ഒരു സെപ്റ്റിക് ടാങ്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആഗോള ദാരിദ്ര്യത്തിനിടയിൽ അവൾ ജീവിക്കുന്നത് അദ്ദേഹം പുനർസങ്കൽപ്പിക്കുന്നു. ഗ്രാഫിക് അർബൻ ഡീക്കേ. The poet vividly captures the squalor of post-independence urban life. He describes the suburbs as a chain reaction where families are forced to live inside cramped bathrooms and populations suffer from severe inescapable poverty. ഗ്രാഫിക് നഗരജീർണത. സ്വാതന്ത്ര്യാനന്തര നഗരജീവിതത്തിൻ്റെ വൃത്തികെട്ട അവസ്ഥ കവി വ്യക്തമായി പകർത്തുന്നു. കുടുംബങ്ങൾ ഇടുങ്ങിയ കുളിമുറികളിൽ താമസിക്കാൻ നിർബന്ധിതരാകുകയും ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്താൽ കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ചെയിൻ റിയാക്ഷൻ എന്നാണ് അദ്ദേഹം പ്രാന്തപ്രദേശങ്ങളെ വിശേഷിപ്പിക്കുന്നത്. സ്ക്വോളർ ആൻഡ് ഡെസ്പറേഷൻ. The imagery is deliberately grotesque. The highlight the reality of life in the streets.
He points out undernourished children, reading stray dogs and starving villages reduced to mere bones. വൃത്തികേടും നിരാശയും തെരുവുകളിലെ ജീവിത യാഥാർത്ഥ്യങ്ങൾ എടുത്തു കാണിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഈ ചിത്രങ്ങൾ മനഃപൂർവ്വം വിചിത്രമാണ്. പോഷകാഹാരക്കുറവുള്ള കുട്ടികൾ തെരുവു നായ്ക്കളെ ഓടിക്കുന്നതും പട്ടിണി കിടക്കുന്ന ഗ്രാമീണർ വെറും അസ്ഥികളായി മാറുന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. The failure of progress. Malhotra sarcastically attacks the illusion of progress, such as claiming the Ganga is overflowing with hydroelectric projects, which only serve to mask deeper societal rot, prostitution and despair. ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കവിത. ഇതിൽ ആത്യന്തികമായി രാഷ്ട്രീയ പ്രചാരണങ്ങളെ അകറ്റി നിർത്തി നഗര ദാരിദ്ര്യത്തെയും ഇന്ത്യ എന്ന അത്ഭുതം യഥാർത്ഥത്തിൽ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് ചോദ്യം ചെയ്യുന്ന ഒരു യുവതലമുറയുടെ നിരാശയെയും ഈ കവിത പ്രതിഫലിപ്പിക്കുന്നു.